അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ എൻ്റെ മുത്തുമണികളെ, എന്ത് വിശേഷം? ഞമ്മ രാവിലെ എണീച്ച് കൽത്തപ്പാക്കി അത് തലേ ദിവസത്തെ മീൻ കറിയാണ്, അതും കൂട്ടി നല്ല കൽത്തപ്പം കഴിച്ച് സൂപ്പറായി. ചായ കുടിക്കാനില്ല, മോൻ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തടുപ്പ് കത്തിച്ചു, അതിൽ ചോറ് വെച്ചു. ചോറ് റെഡിയായ പിന്നെ ഒരു ചിക്കൻ കറി വെക്കുന്നതായത് ഒരു ചട്ടി വെച്ചു. പിന്നെ കുറച്ച് എണ്ണ വെച്ചു. രണ്ട് സവാള കട്ട് ചെയ്തത് ഇട്ടു. അത് നല്ലപോലെ വരട്ടാം, സവാള വാടുന്നവരെ വരട്ടാം. പിന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട്, ഇട്ട് വരട്ടി സവാള വാടിയതിന് ശേഷം തക്കാളി ഇടുന്നുണ്ട്. തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല പൗഡറെല്ലാം ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ മുളക് വറുത്തിട്ട് അരച്ചതാണ്, മുളകും മല്ലിയും വറുത്ത് മിക്സി ജാറിൽ അരച്ചതാണ്. പിന്നെ പച്ചമുളക് ചതച്ചിടുന്നുണ്ട്. ഇത് ഒരു കയ്യിൽ ഞാൻ ഫോൺ പിടിക്കും, പിന്നെ ഒരു കൈ കുക്കിങ് ചെയ്യും. അങ്ങനെ ഭയങ്കര കഷ്ടമുണ്ട്. ഇടുണ്ട് എനിക്ക് അതെല്ലാം ഒന്നും ശരിയാകുന്നില്ല. കയ്യിൽ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറി. പിന്നെ ഒരു കായ് തോരനും വെച്ചു, പിന്നെ ചീര തോരനും വെച്ചു. ഞാൻ അതെല്ലാം ഉണ്ടാക്കി സൂപ്പറായിട്ടുണ്ട്. കറികളെല്ലാം അതെല്ലാം കൂട്ടി നമ്മൾ ചോറ് ഉണ്ണി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ വരട്ടുന്നതാണ്. പിന്നെ ഇപ്പോൾ കുരുമുളക് പൗഡർ ഇല്ലായിരുന്നു, കുറച്ച് ചതച്ചിട്ടിട്ടതാണ്. പുറത്ത് കുക്കിംഗ് ഉണ്ടാക്കും നല്ല രസമുണ്ട്. നല്ല കാറ്റും കൊണ്ട് നല്ലൊരു പൊൽസാകുന്നുണ്ട്. ഇപ്പം നല്ല ക്ലൈമറ്റ് എല്ലാം ഉണ്ട്. പിന്നെ മുളകെല്ലാം ഇട്ട് പിന്നെ കുറച്ച് അടിച്ച് വെച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ചിക്കൻ ഇടുന്നതാണ്. അതിന് വെള്ളം ഉണ്ടായിരുന്നു, മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം, അതും ഒഴിച്ചിട്ട് പിന്നെ അത് ചെറിയൊരു തള വരുമ്പോൾക്ക് പിന്നെ ചിക്കൻ ഇടുന്നതാണ്. ഞാനിപ്പോൾ പുറത്തുണ്ടാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ടൈം പോകുന്നത് അറിയുന്നേ ഇല്ല. രാവിലെ നാഷ്ടെല്ലാം ഉള്ളിലുണ്ടാക്കും. ഇത് നമുക്ക് നാഷ്ടക്കുള്ളതെല്ലാം ഗ്യാസിലേ ഉണ്ടാക്കും. പിന്നെ എല്ലാം പുറത്താക്കും. പിന്നെ നമുക്ക് സമയം പോകുന്നതേ അറിയുന്നില്ല. നിസ്കരിച്ച് പിന്നെ നമ്മൾ പുറത്തിറങ്ങും ചോറും കറിയെല്ലാം വെക്കാൻ. പിന്നെ സമയം പോകുന്നതേ അറിയുന്നില്ല. പിന്നെ ഉച്ചയാകുമ്പോഴേക്ക് പിന്നെ ലോറ് ബാങ്ക് കൊടുത്തതിന് നിസ്കരിക്കും. നിസ്കരിച്ചതിന് ശേഷം ചോറെല്ലാം കഴിക്കും. പിന്നെ
രാത്രിയാകുന്നത് എങ്ങനെയാണെന്നിട്ട് അറിയുന്നില്ല. ഫോൺ നോക്കാനും ടൈമില്ല, ഒന്നിനും ടൈം കിട്ടുന്നില്ല ഇപ്പം. ഇത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം പുറത്ത് വെച്ചതാ. അകത്ത് ഫിൽറ്ററെല്ലാം ഉണ്ട്. ഇത് നമുക്ക് പുറത്ത് യൂസാക്കാനുള്ള വെള്ളം അവിടെ തന്നെ വെച്ചത് ഞാൻ ഒരു കടത്തിൽ. അവിടെ തന്നെ വെള്ളം കുടിക്കുന്നതെല്ലാം അവിടെ തന്നെ കുടിച്ച് വരുന്നതാണ്. ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഉച്ചയാവും എല്ലാ പണിയും കഴിഞ്ഞിട്ട്. പിന്നെ അവിടെ തന്നെ കുടിവെള്ളമെല്ലാം അവിടെ വെക്കുന്നതിന് ആവശ്യം നമുക്ക് കുക്കിംഗ് ഉണ്ടാക്കാൻ വെള്ളമെല്ലാം വേണ്ട, ഇല്ലെങ്കിൽ അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കണ്ടേ. അപ്പോൾ അവിടെ തന്നെ വെള്ളം വെച്ചെങ്കിൽ പിന്നെ വരുന്ന ഒരു പണിയാകുന്നുണ്ട് ഉള്ളിലോട്ട്. ചിക്കൻ കറി റെഡിയായി. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് അതിന് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചു. പിന്നെ എല്ലാം ചോറ് കഴിക്കാൻ തുടങ്ങി. ചിക്കൻ കറിയും കായ്ത്തോരനും ചീരത്തോരനും കുക്കുംബറും ചോറും എല്ലാം റെഡിയായി. ചോറെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുപ്പിൽ വെച്ച് എന്തും ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഇരിക്കുന്നുണ്ട്. മുമ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് അകത്ത് തന്നെ അടുപ്പ്, സ്റ്റീലിൻ്റെ അടുപ്പുണ്ടായിരുന്നു. അത് പിന്നെ എന്തോ ഒരു ഇതായി, അത് പൊളിച്ച് അതിന് മാറ്റിയെടുത്തായിരുന്നു. ഇപ്പം ഈ അകത്തും പുറത്തും പോകാൻ മാത്രം കഷ്ടമാകുന്നുണ്ട്. അങ്ങനെ കുറച്ച് പാത്രമെല്ലാം കഴുകിയത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അതിലിട്ടിട്ട് വെച്ച് പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ അടുപ്പെല്ലാം അടിച്ച് ക്ലീൻ ചെയ്ത് പിന്നെ ആ പരിസരമെല്ലാം നമ്മൾ തുടച്ച് വൃത്തിയാക്കി അടിച്ച് തുടച്ചെല്ലാം വൃത്തിയാക്കി വെച്ചു. വൃത്തിയില്ലാതെ പിറ്റേന്ന് നമ്മൾക്ക് അവിടെ വരാനേ തോന്നില്ല. വൃത്തിയിലുണ്ടാകും നല്ലൊരു നമുക്ക് അവിടെ വന്നിട്ട് എല്ലാ പണിയെടുക്കാനൊരു മനസ്സിനൊരു നല്ലൊരു ഉന്മേഷമായിരിക്കുന്നു. ഇല്ല നമുക്ക് അവിടെ പോകാനേ ഇഷ്ടമായിരിക്കുന്നില്ല. പിന്നെ കുറച്ച് ചെപ്പെല്ലാം ഉണ്ടായിരുന്നു. അതിന് അടുപ്പിൻ്റെ സൈഡ് വെച്ച് നല്ല ചൂട് നല്ല ഉണങ്ങിട്ട് നിന്നിട്ട് നമുക്കിവിടെ മഴക്കാലത്തും കുക്കിംഗ് ഉണ്ടാക്കുന്നതൊന്നും ബുദ്ധിമുട്ടില്ല. സീറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. അതിന് മഴക്കാലത്ത് ഉണ്ടാക്കാനില്ല. എനിക്കതൊരു പുറത്തേക്കാണ് ഒരു മടി. പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ ഫുഡെല്ലാം കഴിച്ച് വന്നു. ഉപ്പളയിലുള്ള ഞങ്ങൾ പുതിയൊരു കഫ തുടങ്ങിയിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ടായിരുന്നു. നല്ല നമ്മൾ പറഞ്ഞത് സവായും പിന്നെ പൊറോട്ട ജ്യൂസെല്ലാം നല്ല എല്ലാം സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സവായി നല്ല ജ്യൂസി നല്ല ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് വന്നു. ഓക്കേ, ബൈ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.